ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങൾ പോകുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ വിനീഷേൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കറുകപ്പുത്തൂർ എത്തിയപ്പോൾ അച്ഛന് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയും കിച്ചും കൂടിയിട്ട് തേജപ്പനും ഉണ്ട്. ഞങ്ങൾ കാറിലിരിക്കുക ചെയ്ത് വിനീഷേട്ടനും മാതൃശേട്ടനും കൂടിയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ അവർ ഷർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ കിച്ചു എൻ്റെ വലിയമ്മയുടെയും വലിയച്ഛൻ്റെയും വീട്ടിലേക്ക് ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. ഞാൻ ലാസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫോട്ടോഷൂട്ട്, ഞങ്ങൾ വെറുതെ ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചുവിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു 9ാം മാസം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായി. പിന്നെ അന്ന് അങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് പോകണേ കേട്ടോ. അപ്പോൾ കിച്ചു ഇത് ആദ്യമായിട്ട് അവൻ്റെ വലിയമ്മയുടെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഇത് ആദർശേട്ടൻ ഉണ്ണീനെ ഈ വണ്ടിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉണ്ണീനെ എടുത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ നല്ല ഹൈറ്റ് അല്ല. അപ്പോൾ ആദർശേട്ടൻ ഉണ്ണീനെ എടുക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇത് ഉണ്ണീനെ എടുത്തുട്ടോ. ലാസ്റ്റ് ആയിട്ട് വന്നത് നമ്മള് ഫോട്ടോ എടുക്കാനാ. ഞാൻ ഇങ്ങോട്ട് വരണോ വരണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ചേച്ചി വായു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്നതായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ കോലം ഇങ്ങനെയാട്ടാ. പിന്നെ നമ്മൾ പെട്ടെന്ന് ഷടപടയെന്നായിരുന്നു എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് എന്താ മടി കുടുങ്ങിയെന്നറിയും, ഞാൻ കോഴിക്കോട് പോയി വന്ന് എല്ലാതും നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ കഴുകി എല്ലാം സെറ്റാക്കി മടക്കി ഒതുക്കി വെച്ചതായിരുന്നു. ഇനി വീണ്ടും നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ വീണ്ടും അത് എടുത്ത് പറക്കി വെക്കണം. വീണ്ടും ഇരട്ടിപ്പണിയാവും കേട്ടോ. അപ്പോൾ എനിക്കത് ആലോചിക്കുമ്പോൾ ഇനി വീണ്ടും അതുപോലെ ആക്കണ്ടേ വെച്ചിട്ട് ആകെ മടി കേട്ടോ. അങ്ങനെ ഉണ്ടായി ഇതേപോലെ കവറിലാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കിട്ടിയതൊക്കെ മടക്കി വെച്ചിട്ട് അങ്ങനെ കിച്ചുവിനെ നേരെ കട്ടിൽമ കിടത്തിട്ടോ. അങ്ങനെ അവൻ കട്ടിൽമ കിടന്ന് കളിക്കേണ്ട ചേച്ചിയും എല്ലാവരും കൂടിയിട്ട് അവനെ കളിപ്പിക്കാനിട്ടോ. അങ്ങനെ കിച്ചുവിന്റെ ചേച്ചിയുടെ അടുത്തൊക്കെ ആക്കിയിട്ട് ഞാൻ പോയിട്ട് നേരെ മേലി കഴുകാൻ വേണ്ടി പോയിട്ടോ. നല്ല ചൂടെടുക്കണ്ടായിരുന്നു. മേലി കഴുകിയപ്പോൾ തന്നെ ഭയങ്കര സമാധാനമായിട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് കഴുകാണ്ട് ഇവിടെ വന്നിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ട് ഞാൻ മേലി കഴുകാതെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താ ആദർശേൻ്റെ മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട ഫുള്ള് വെന്തിട്ടില്ല. എന്നാലും ആദർശേൻ്റെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കിച്ചുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് പിന്നെ ഇതേ കിച്ചുവിനെ കളിപ്പിക്കാട്ടെ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ തേജുവിനെ അച്ഛൻ അവൻ്റെ സ്ട്രോളറിൽ കിടത്തിയിട്ട് അവൻ ഉന്നി നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതിൽ കുറേ നേരമായി അമ്മ അതിലൊന്ന് കെടുത്തിയായോ എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ അവളെ ഉണ്ണീനെ എടുത്തിരിക്കുക പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കിച്ചുവിനെ ആ ഒരു ബെഡ് വിരിച്ചിട്ട് നിലത്ത് കിടത്തിയിട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് TV ഒക്കെ കണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം നമ്മൾ മന്തിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കടയിൽ മന്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഫ്രൈഡ് റൈസ് ആട്ടോ ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ കിച്ചുവിനെ അവിടെ സ്ട്രോളറിൽ കിടത്തി അപ്പോൾ അവിടെ അലമ്പില്ലാതെ ഇരുന്നോളൂ കേട്ടോ. നമുക്കപ്പോൾ സമാധാനമായിട്ട് ഫുഡ് കഴിക്കാം. അവ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ കിടന്നോളൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഫുഡ് കഴിക്കുമ്പോൾ വർത്താനം പറയരുതെന്നാണ് എല്ലാവരും പറയുക. പക്ഷേ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് കുറേ ടൈം എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഫുഡ് അടി കഴിയാറ്. കുറച്ചായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് നിൽക്കണം. തേജു അച്ഛെങ്കിൽ മേം എന്നാ വരികയെന്ന് എപ്പോഴും ചോദിക്കൂട്ടാ. അപ്പോൾ പിന്നെ വിനീഷേട്ടൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടി ആയപ്പോൾ അതിനും കൂടി വേണ്ടി വരണമല്ലോ. അപ്പോൾ ഞാനും ആദർശേട്ടനും ഉണ്ണി മാത്രമായിട്ട് പോകുന്നുള്ളൂ. അച്ഛന് വയ്യാത്ത കാരണം വീട്ടിൽ നിന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും 2 ദിവസം ഇവിടെ നിൽക്കാന്ന് കൂടി വിചാരിച്ചു. അങ്ങനെ കിച്ചുവിനെ ഞാൻ ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തിയിട്ടോ. പിന്നെ അവൻ്റെ തേജപ്പൻ ചേട്ടൻ വന്നിട്ട് ഇതേ അവൻ്റെ ഒരു മൊയിലുണ്ടല്ലോ ആ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് കാണിച്ചു തരാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഉറക്കുമ്പോൾ ചേച്ചി പറഞ്ഞു അവൾ ഉറക്കി തരാൻ പറഞ്ഞിട്ട് അവൾ ഉണ്ണീനാണ് എടുത്തോണ്ടോ ഇട്ടാ. അവൾ ആട്ടി ഉറക്കി തരാൻ പറഞ്ഞിട്ട് അവൾ ആട്ടി ഉറക്കുമ്പോൾ ഉണ്ണി പെട്ടെന്ന് ഉറങ്ങാറുണ്ട്. ഞാൻ ഈ കാലുമ്പോൾ കെടുത്തിയിട്ട് ആട്ടി ഉറക്കാട്ടെ ചെയ്യാം. കാരണം അങ്ങനെ ഉറക്കുമ്പോഴാണ് എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും ചെയ്യാതെ ഉറങ്ങും ചെയ്യാറുണ്ട്. അങ്ങനെ ചേച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണീനെ ഉറക്കിയിട്ട് ഇവിടെ കൊണ്ട് കെടുത്തിയെന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവൻ നല്ല ഉറക്കായി. പിന്നെ ഇന്ന് തൊട്ടിട്ടാണ് അവൻ്റെ തലയൊക്കെ ഭയങ്കര ചൂടെടുത്ത് തുടങ്ങിയിട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നലെ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ടോ. അപ്പോൾ ഇന്ന് വിനീഷേൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് ഇനി പോകാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടെ. അതിന് വേണ്ടി വന്നതായിരുന്നു. ഉണ്ണിക്ക് ഇന്ന് രാവിലെ തൊട്ട് നല്ല പനി. ഇന്നലെയും ചെറുതായിട്ടുണ്ട്. ഇവൻ ആദ്യം പനി വന്നു. അത് കഴിഞ്ഞിട്ട് ഇവന് ഡോക്ടറെ കാണിച്ചപ്പോൾ കുറച്ച് കുറഞ്ഞു. അതിന് ശേഷം എനിക്ക് വന്നു. അപ്പോൾ പിന്നെ നല്ല പനിയില്ല എനിക്ക്. പിന്നെ അത് വീണ്ടും ഇവന് വന്നു. അപ്പോൾ എന്തായാലും ഇപ്പം നല്ല പനിയുണ്ട്. അപ്പം ഞാൻ മേലൊക്കെ ഒന്ന് മുക്കി തുടച്ചു കൊടുക്കാം. മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി പനി കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ പോവും. അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കും കേട്ടോ. പിന്നെ രാവിലെ ഞാൻ ചേച്ചിയോടെ ചായക്കടിയുടെ പണിയിലാണ്. തേജപ്പം അതൊക്കെ ഒന്നുമില്ലാതെ നടക്കുന്നത്. അത് കാരണം വീഡിയോസ് ഒരുത്തനെ അവിടെ തുടച്ചുകൊണ്ട് നിൽക്കുക, ഒരുത്തവിടെ കുളിക്കാൻ പോകാൻ റെഡിയാകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വ്ളോഗ് നമുക്ക് കാണാം. ഞാനും അത് 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് എനിക്കും തീരെ വയ്യാത്തോണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ഇടാം. അമ്മയുടെ മോള്
അങ്ങനെ മേലൊക്കെ തുറച്ചു കൊടുത്തപ്പോൾ കിച്ചുടൻ ഭയങ്കര ഉഷാറായിട്ട് അവൻ കളിച്ചു തുടങ്ങി. അപ്പോൾ അവനെ സ്ട്രോളറിൽ കിടത്തിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ പണിയോളം ചെയ്യാട്ടോ. എന്നാലും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ആദർശേട്ടൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ കുളിക്കാൻ പോയി. ചേച്ചിയൊക്കെ ആദ്യം പോയതിന് ശേഷമായിട്ട് നമ്മൾ പോകണുള്ളൂ. കാരണം ഇനിയും കുളിക്കാണ്ട് കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉണ്ണീനെ ഫുള്ള് സെറ്റാക്കി കൊടുത്തു. അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ പുട്ടും ഗ്രീൻ ബീൻസിൻ്റെ കറിയായിട്ട് ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായി. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കുറേ വട്ടം ചേച്ചി ചേച്ചി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അവളെ ചേച്ചിന്നൊന്നും വിളിക്കാറില്ല സത്യം പറയാച്ചെങ്കിൽ. ഞാൻ അവളെ എപ്പോഴും ഡി 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 എന്ന് മാത്രം വിളിക്കുള്ളൂ. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലിച്ചു പോയിട്ടാ. സൂപ്പർ സൂപ്പർ. ഇത് വോയിസ് മാറ്റി കൊടുത്തായിട്ടാര്യ. ഇതേത് പാൻറ്റാ തേച്ചോ? ബട്ടർഫ്ലൈ പാൻ. ചേച്ചിയും ചേട്ടനും അങ്ങോട്ട് പോകുമ്പോൾ ഏതാണ്ട് ഒരു 9:45 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 12 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദർശേട്ടൻ ഗേറ്റ് അടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവിടെ നിന്ന് 3-4 പട്ടികളും കൊണ്ട് ഓടി വരുന്നു. അപ്പൊ ശരിക്കും ഞങ്ങൾ പേടിച്ചു. ആദർശേട്ടന് കടി കിട്ടീന്ന് കേട്ടോ. ഞാൻ പേടിച്ചു. ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങും ചെയ്തു. ആദർശേട്ടൻ നന്നായി പേടിച്ചു, ഞാനും നന്നായി പേടിച്ചിട്ട് നന്നായി കുരച്ചിട്ട് 3 ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ടാ. അങ്ങനെ നമ്മൾ വിനീഷേട്ടൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ പാറും വിഷ്ണേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്ന് പോവാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും നല്ല തിരക്കായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു അച്ഛന് ഗിഫ്റ്റ് കൊടുത്തിട്ട് വേഗം നമ്മുടെ അപ്പുറത്ത് ഇവരുടെ റിലേറ്റീവിൻ്റെ വീടുണ്ട് കേട്ടോ, അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അച്ഛന് വാങ്ങിച്ച ഗിഫ്റ്റ് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം കേട്ടോ. ഉണ്ണി അച്ഛൻ നല്ല ഉറക്കാണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ അവനങ്ങനെ സെറ്റാക്കി പിടിക്കാൻ കേട്ടോ. അങ്ങനെ ഇതേ ഇവിടെ നിന്ന് നമ്മൾ അപ്പോഴേക്കും കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് എത്തിനേക്കാൻ മുന്നേ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായി. നമ്മൾ കുറച്ച് നന്നായിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏതാണ്ട് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അച്ഛന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഇവിടെ നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് വെച്ചാൽ നിറയെ ഒരു ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ണീനും വെച്ച് ഉണ്ണിക്കാച്ച ചെറിയൊരു മേക്കാച്ചിൽ പോലെ തോന്നിയപ്പോൾ നമ്മൾ എന്തായാലും അപ്പുറത്തെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ അമ്മായിയാണ് ഉണ്ണീനെ എടുത്തേക്കണേ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ മാമൻ്റെ വീടും. അപ്പോൾ പിന്നെ അമ്മായി അങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പാറു വിഷ്ണായിട്ട് ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ കിച്ചു നല്ല ഉറക്കാൻ കേട്ടോ. അങ്ങനെ ഇതേ ഇവിടേക്ക് ഇങ്ങോട്ട് കയറാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു വലിയ പട്ടിയുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര പാവമായിരുന്നു കേട്ടോ. കാണുമ്പോൾ ഭയങ്കര ദേഷ്യക്കാരനാ തോന്നെങ്കിൽ കൂടിയിട്ട് ആൾ ഭയങ്കര പാവമായിരുന്നു. പിന്നെ കുറച്ചാകുമ്പോഴേക്കും എല്ലാവർക്കും അതിൻ്റെ പേടിയില്ലാതെ കേട്ടോ. അതിനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല പേടി തോന്നിക്കൂട്ടോ. ഭയങ്കര ഹൈറ്റിലുള്ള പട്ടി കേട്ടോ. അങ്ങനെ നമ്മളിതേ ഇവരുടെ വിനീഷേൻ്റെ ചേട്ടൻ്റെ വീടാട്ടത്. അങ്ങനെ ഇതേ പാറുവിൻ്റെ ഉണ്ണി കേട്ടോ ഇത്. അപ്പോൾ അവൻ്റെ അച്ഛൻ വേറെ ഉണ്ണീനെ എടുത്തപ്പോൾ ഉള്ള അവൻ്റെ ഒരു വിഷമമാണ് കാണുന്നത്. അപ്പോൾ കിച്ചുവിനെ വിഷ്ണായിട്ട് എടുത്തിരിക്കാട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ അവന് ഭയങ്കര വിഷമം. അങ്ങനെ അവരിത് കരയായിട്ട് ഇരുന്നിട്ട് അങ്ങനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കാട്ടോ. അപ്പുറത്ത് നല്ല തിക്കും തിരക്കും ബഹളങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഈ പട്ടിക്കുട്ടി ഇങ്ങോട്ട് കയറി നിന്ന് തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പേടിച്ചോട്ടോ. അത് സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് കയറുന്നത് കണ്ടപ്പോൾ ആദർശേട്ടൻ കിച്ചുവിനെ എടുത്തിരിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ കിച്ചു നല്ല ഉറക്കം. അപ്പോൾ നമ്മൾ സോഫയിൽ കിടത്തിയിട്ടോ. ഞാൻ കട്ടിലുമ്പോൾ അവർ കുറേ വട്ടം റൂമിൽ കിടത്താൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കരഞ്ഞാൽ കേൾക്കില്ലല്ലോ. നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കാച്ചെങ്കിൽ ഒന്നും അറിയില്ല, വർത്താനം പറഞ്ഞിരിക്കാനൊന്നും പറ്റും. അപ്പോൾ നമ്മൾ ഹോളിൽ ഇരിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ സോഫയിൽ കിടത്തി. അപ്പോൾ ഇവനും പിന്നെ ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല. മൂപ്പര് ഇങ്ങനെ കളിക്കാട്ടോ. അപ്പോൾ പൊന്നു വെച്ചെങ്കിൽ അത് ഉണ്ണിയെ അങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. പിന്നെ എല്ലാവരും കൂട്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞിട്ടും പിന്നെ മക്കളുടെ കളിയും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഏറെക്കുറെ എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മളിതേ മാമൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. മാമൻ്റെ വീട്ടിലേക്കാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് മാമൻ്റെ വീട്. വിനീഷൻ്റെ വീട് അതാ വെച്ചെങ്കിൽ പിന്നെ അപ്പുറത്ത് ആ കാണുന്ന വീടാണ് എൻ്റെ മാമൻ്റെ വീട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ണീനെ എടുത്തിട്ട് പോകാട്ടോ. അവിടെയൊക്കെ റോഡ് ഭയങ്കര ചെളി ഇതൊക്കെ ആയിട്ടോ. പക്ഷെ അപ്പുറത്ത് തോടുണ്ട് ഗൈസ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മായി വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇത് കുറേ നേരം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അവിടെ ദുർഗയും ശ്യാമും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് എങ്ങോട്ടോ പോകാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ അടുത്ത് ടാറ്റ പറയാണ്. അപ്പോൾ രാത്രി അങ്ങോട്ട് വരുമെന്ന് ദുർഗ കുറേ വട്ടം ചോദിച്ചിട്ടോ. കാരണം അവൾക്ക് ഉണ്ണീനെ എടുത്തിട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി ഇങ്ങോട്ട് വരണേന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് അവിടെ ഒരു തോടുണ്ട് കേട്ടോ. നല്ല ഭംഗി അവിടെയൊക്കെ വന്നിരിക്കുക, കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും വെറുതെ തോട്ടിക്ക് വേണ്ടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടന്നു കേട്ടോ. തോട്ട് എന്ന് വെച്ചാൽ അധികം ആഴൊന്നുമില്ല, ഒരു വെറുതെ വെള്ളം അങ്ങനെ ഒഴുകി പോകും. പക്ഷെ നല്ല വ്യൂ ആണ്, ഇവിടെ നിൽക്കാനും നല്ല
രസമാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ഞാനും ആദർശേട്ടനും ഇവിടെ വന്ന് നിന്നു കേട്ടോ. അപ്പോഴേക്കും ചേച്ചി വിളിച്ചു തുടങ്ങി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടോ. എനിക്ക് അച്ഛനെ ഉണ്ണീനെ എടുത്തിട്ട് 2 അടി നടന്നു കഴിഞ്ഞു വെച്ചാൽ എൻ്റെ കൈയും കാലൊക്കെ ഭയങ്കര തരിക്കുക, എന്തോ ഭയങ്കര കടച്ചിലെടുക്കി തീരെ ഉണ്ണീനെ എടുത്ത് നടക്കാനേ പറ്റണില്ല കേട്ടോ. അങ്ങനെ ഫുൾ ആദർശേട്ടനെ ചേട്ടൻ ഉണ്ണീനെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നത്. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് നേരം ഉണ്ണീനെ എടുത്ത് അങ്ങോട്ട് ഇരുന്നു വെച്ചാൽ ഇങ്ങനെ വലത്തെ കാലൊക്കെ ഭയങ്കര തരിപ്പ്, എന്തൊക്കെ ഒരു അസ്വസ്ഥത. അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ആദർശനും കിച്ചു ആദ്യം എടുക്കട്ടെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും എടുക്കട്ടോ. പക്ഷെ കിച്ചുവിന്റെ മുഖം ഇങ്ങനെ അവൻ ഇങ്ങനെ തിരിഞ്ഞു കിടക്കണ കാരണം എൻ്റെ മുഖം ആകെ എന്തോ ഒരു ഇതായിട്ടോ. പിന്നെ നമ്മളും എല്ലാവരും ഉള്ള ഫോട്ടോസും എല്ലാം എടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ നിൽക്കാൻ കേട്ടോ. അപ്പൊ നമ്മൾ വണ്ടിയിൽ കയറുകയാണ്. അപ്പൊ വിനീഷേൻ്റെ അമ്മയുടെ അടുത്തായിട്ട് ഉണ്ണീനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ചെറിയ മക്കളാണ്, ഈ ഒരു പ്രായമുള്ള മക്കളാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അമ്മ നിലത്ത് വെക്കാതെ എടുത്ത് നടക്കും ചെയ്യും കേട്ടോ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തൊക്കെ അമ്മയുടെ അടുത്തായിരുന്നു ഉണ്ണി. ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങോട്ട് വന്ന സമയത്ത് അമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അച്ഛൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ ചെറിയ ഉണ്ണിയല്ലേ, അപ്പോൾ അവിടെ കുറേ നേരം നിൽക്കണ്ട വിചാരിച്ച് നമ്മൾ വേഗം അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ വേറെ ദിവസം വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിതേ വണ്ടിയിൽ കയറിയിട്ട് എന്തായാലും വീട്ടിൽ പോവാണ്. നമ്മുടെ മറ്റേ ചെറുതിന് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായ കാരണം ഇവ ഫുഡ് കഴിക്കാനൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ പോയിട്ട് ഉണ്ണിക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിത് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. കിച്ചു ഭയങ്കര ഉറക്കാനുണ്ടോ. കിച്ചു 4 ആൾക്കാരെ കണ്ട അപ്പം കണ്ണടച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ അതിൻ്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ അവരുടെ അടുത്ത് ടാറ്റൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് അപ്പോൾ വിഷ്ണുവേട്ടനും പിന്നെ വിനീഷേട്ടനും ബൈക്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ആദർശേട്ടനും ഞാനും പാറും ചേച്ചിയും പിള്ളേരും കൂടിയിട്ടാണ് പോകണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് റോട്ടിലൊരു ചെറിയൊരു പൂച്ചക്കുട്ടി. അപ്പോൾ അതിങ്ങനെ നടു റോട്ടിലിരിക്കണം, അതിനെ ഓടാനൊന്നും പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വണ്ടിയോളം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യില്ല. അപ്പോൾ ആദർശേട്ടൻ അതിനെ വല്ല വണ്ടി ഇടിക്കുമെന്ന് വിചാരിച്ചിട്ട് വണ്ടി സൈഡാക്കിയിട്ട് പോകുന്ന വഴിക്ക് അതിനൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആ നിൽക്കണ ചേച്ചി പറഞ്ഞു കേട്ടോ, ആ ഭാഗത്തേക്ക് വെച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അവിടെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഒരു സൈഡിക്ക്, ആ വീടിൻ്റെ സൈഡിക്കായിട്ട് അതിനെ എടുത്ത് മാറ്റി വെച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മളിതേ തിരിച്ച് ചേച്ചിയുടെ വീട്ടിലെത്തി. അങ്ങനെ പിന്നെ ഇതേ വീട്ടിലെത്തുമ്പോഴേക്കും എല്ലാവരും ജെട്ടിപ്പുറത്തായി, ചെക്കന്മാരൊക്കെ ജെട്ടിപ്പുറത്തായി കേട്ടോ. കാരണം കിച്ചപ്പൻ ഇപ്പോഴും നല്ല ഉറക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂട്ടിയിട്ട് വർത്താനൊക്കെ ഇരുന്ന് പറയാൻ കേട്ടോ. അവർ ഇത് വിഷ്ണുനാട്ടിനും ഉണ്ണിയോളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ചേച്ചി വരുമ്പോൾ പിന്നെ പായസമൊക്കെ കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ പായസം എനിക്കിപ്പോൾ എന്താണെന്ന് അറിയാം, മുന്നേ ഞാൻ കുറേ പായസം കുടിച്ചായിരുന്നു. ഇപ്പം എനിക്ക് തലയ്ക്ക് മത്ത് പിടിക്കണ പോലെ കേട്ടോ. പിന്നെ ഞാനും പാറും കൂടിയിട്ട് മാക്രോണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇങ്ങോട്ട് വിനീഷയുടെ വീട്ടിലേക്ക് പോയേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മസാല ഒക്കെ വഴറ്റി എല്ലാം സെറ്റാക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവളെല്ലാതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി തന്നു. ഞാനായിട്ട് ഉണ്ടാക്കാനാളുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അപ്പുറത്തെ ഗ്യാസുമ്പോൾ നമ്മൾ ചായയും വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പായസം എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഈവനിങ് നമ്മളെല്ലാവരും കൂടിയിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് മുറ്റത്ത് നിൽക്കാട്ടോ. അപ്പോൾ ഒരു അച്ചാച്ചൻ വന്നിട്ടുണ്ടായിട്ടോ. പിന്നെ അച്ചാച്ചൻ ഓരോ കാര്യങ്ങളൊക്കെ പറയാട്ടോ. അപ്പോൾ നമ്മളതിങ്ങനെ കുറച്ച് നേരം കേട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് അവരൊക്കെ പോയി. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഉമ്മർത്തിരിക്കാട്ടോ. നല്ല രസമാണ്. നമ്മുടെ കിച്ചൂരെ നമ്മളിവിടെ സ്ട്രോളറിൽ കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതവിടെ ഇരുന്നോളും. നമ്മളിരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാട്ടോ. പിന്നെ എല്ലാവരും ഇത് വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തേജു ഇതേ ഉണ്ണീനെ മുറ്റത്ത് കൂടെ ഉരുട്ടി നടക്കാട്ടോ. ഉണ്ണി ഛർദിക്കേ, അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മതി, കുഴപ്പമില്ല. അവിടെ അറിയോ, മാക്രോണി കുറച്ച് ഫ്ലോപ്പായും കൂടിയിട്ട് എല്ലാവരും നന്നായി ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. ഉമ്മർത്ത് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരിക്കട്ടെ. നല്ല രസമാണ് ഈ ഒരു സമയത്ത് എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിട്ട് ഉമ്മർത്തിരിക്കാൻ വേണ്ടിയിട്ട്. കിച്ചു ഇതേ ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറുത് മറ്റേത് ഇതേ ഇങ്ങനെ നോക്കി. അവനൊരു സ്പെഷ്യൽ ചിരി. ഇപ്പം എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര ചിരിയാണ് കേട്ടോ ആൾക്ക്. അങ്ങനെ അവനും അതെ ഓരോ നമ്മൾ പറയുന്ന വർത്താനമൊക്കെ കേട്ടിട്ട് മൂപ്പരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചു നേരം ഒന്ന് കിച്ചുവിനൊക്കെ എടുത്തിട്ട് മുറ്റത്ത് കൂടെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ പാറും വിഷ്ണുനൊക്കെ തിരിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് വേറെ വണ്ടിക്ക് നൈസ് പണി കിട്ടിയ കേട്ടോ. എന്തോ സ്റ്റാർട്ട് ആവാതെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അവർ അവരുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇവിടുത്തെ സ്കൂട്ടി എടുത്തിട്ട് പോയിട്ടോ. രാജാവാണോ?
അച്ഛന്റെ രാജാവാണോ? കിച്ചുവിനെ അങ്ങനെ കാൽമിട്ട് ആട്ടി കെടുത്തു വെച്ചൊക്കെ അവ ഉറങ്ങൂട്ടാ. അപ്പൊ അവ ഉറങ്ങുന്ന സമയത്ത് എഡിറ്റിങ്ങോ കാര്യങ്ങളോ എന്തൊക്കെ ചെയ്യാലോ. അപ്പൊ ഞാനിതങ്ങനെ ശീലിപ്പിച്ചിട്ടാ. അപ്പൊ എന്റെ ആദർശേട്ടനും നമ്മുടെ തേജപ്പനും കൂടിയിട്ട് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. തേജുവിന് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ കിച്ചുവിന് മേലൊക്കെ തുടച്ചു കൊടുത്തുട്ടാ. പിന്നെ അവന് കുറച്ച് കഴിയുമ്പോഴേക്കും അവന് വയ്യാതെയായി തുടങ്ങി. ഭയങ്കര മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിട്ടോ. അവൻ എന്തോ ബുദ്ധിമുട്ട് പോലെ. അപ്പൊ ഞാൻ കാലുമ്മ കെടുത്തിട്ട് എന്നെ അങ്ങനെ ആട്ടി ആട്ടി കൊടുക്കട്ടോ. എന്നാലും പാവം ഉണ്ട്, അതിനൊരു സുഖം തോന്നുന്നില്ല കേട്ടാ. കുറച്ച് കുറവുണ്ട്. ചിരി പൊല്ലി കണ്ണ് തുറക്കാണ്ട് ഒന്ന് ചിരിക്കോ? ചിരി വരുന്നുണ്ട്. പച്ചക്കണ്ണ് തുറന്നിടക്കന്നെ അങ്ങനെ നോക്കണ്ടായി. അച്ഛന് ചെന്ന് കെട്ടിയിടേ. ചെന്നേ തൊണ്ടമ്മേ ആമ്മടെ തൊണ്ടമ്മ മറ്റേ ഒങ്ങാണോ? അമ്മര് കല്ലിപ്പൂച്ച ഒങ്ങാണോ? അച്ഛയുടെ പൊന്നിട്. അച്ഛന് ചൊന്ന കെട്ടിയിടേ. പൊന്നില്ലടാ. ഒന്ന് ചിച്ചു അമ്മയുടെ ഷൊത്തു. നമ്മുടെ ഷൊത്തു ഒന്ന് ചിച്ചോടി പെണ്ണെ. അച്ചോന്നെ അച്ചോന്നെ. കിച്ചുവിൻ്റെ അപ്പോഴേക്കും ഭയങ്കര ക്ഷീണമായിട്ടോ, തീരെ വയ്യായിരുന്നു. അപ്പൊ ഞാനും ആദർശായിരുന്നു കിച്ചുവിനൊന്ന് ചിരിച്ച് കാണാൻ വേണ്ടിയിട്ട് കുറേ ഓരോന്ന് പറയുന്നുട്ടോ. ലാസ്റ്റ് മൂപ്പര് നല്ല ഉറക്കായിട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.